ഇനി നിങ്ങൾ ബുഖാരി മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് നൽകി കഴിഞ്ഞുപോയി, എനിക്ക് കിട്ടിക്കഴിഞ്ഞു പോയി ജനങ്ങളെ. ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദോഷം പുറത്തു കൊടുക്കാൻ വേണ്ടിയും അല്ലാതെയും ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഖുർആനും ഹദീസും പറയുന്നു. മാനറാമാക്കും ശുഫആഅക്കും അല്ലദീന സഅംതും അന്നകും ഫീകും ശുറകാ. അല്ലാഹു പറയുന്ന ഖിയാമത്ത് നാളിൽ അബൂജഹൽ വരും, ഉത്ബത്ത് വരും, ശൈബത്ത് വരും. എന്നിട്ടോ അവരൊക്കെ വിശ്വസിച്ചത് എന്താണ്? ഞങ്ങൾക്ക് ലാത്ത ഉസ്സ തുടങ്ങിയ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നാണ് വിശ്വസിച്ചത്. ആ സമയത്ത് നമ്മളവരോട് ചോദിക്കും, ഓ മുശ്രിക്കീങ്ങളെ, അള്ളാഹുവിന് കൂറുകാരായ കുറെ റെക്കമെൻഡുകാരുണ്ട്, പടച്ചവന് കൂറുകാരായ കുറെ ശരീക്കന്മാരുണ്ട്. അവര് അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ്ക്കത് എടുത്തില്ലെങ്കിൽ അള്ളാഹിന്റെ ഭരണം പൊളിഞ്ഞു പോകും എന്ന് വിശ്വസിച്ച നിങ്ങൾ ഇപ്പൊ വരുമ്പോൾ പടച്ചവന്റെ കൂറുകാരായ ശുപാർശക്കാരുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ശുപാർശക്കാരെവിടെ എന്ന് മുശ്രിക്കീകളോട് അള്ളാഹ് ചോദിക്കുമെന്ന് അള്ളാഹ് പറയുന്നു. അതേപോലെ അള്ളാഹിന്റെ പാർട്ണർമാരായ കുറച്ച് ശുപാർശക്കാരി നാം മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അതാ അന്നക്കും ഫീക്കും ശുറകാ സഅംതും അന്നക്കും ഫീക്കും ശുറകാ. അള്ളാഹുവിന്റെ കൂറുകാരാണ് നിങ്ങൾ വിശ്വസിച്ച കുറച്ച് ശുപാർശക്കാര്. ഏതുപോലെ നമ്മളെ പ്രധാനമന്ത്രിക്ക് കുറെ കൂറുകാര്, ആ കൂറുകാര് ശുപാർശ ചെയ്തു, ശുപാർശ സ്വീകരിക്കുന്നില്ല അറിഞ്ഞു. എന്നാ ഭരണം ഞാൾ പൊളിച്ചു, അങ്ങനെ പൊളിച്ചു, കൂറുകാര് പൊളിച്ചു. ഇതുപോലെ പടച്ചവന്റെ ഭരണത്തിന് കുറെ കൂറുകാരുണ്ടെന്നും ആ കൂറുകാരുടെ ശുപാർശ സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹിന്റെ ഭരണം ആ ശുപാർശക്കാർ പൊളിക്കുമെന്നും വിശ്വസിച്ച വിശ്വാസമായിരുന്നു മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. അതാണ് അള്ളാഹ് പറഞ്ഞത്, കൂറുകാരായ ശഫാഅത്ത് ചെയ്യുന്നവരിൽ വിശ്വസിച്ചു. നമ്മളങ്ങനെ അള്ളാഹിന്റെ റസൂൽ നബിയും ഔലിയാക്കളൊക്കെ അള്ളാഹിന്റെ കൂറുകാരാ നമ്മളെ വിശ്വാസം. ലാ ശരീക ലഹു, അള്ളാഹുവിന് ഒരു കൂറുകാരുമില്ല. പിന്നെ ആരുണ്ട്? അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്, ഇഷ്ടപ്പെട്ട മഹാന്മാരുണ്ട്, അവൻ സ്നേഹിച്ച നബിമാരുണ്ട്. സ്നേഹമുള്ളവർ ചോദിച്ചാൽ അള്ളാഹു തആല സ്വീകരിക്കലുണ്ട്. അത് മാന്യന്മാരെ ലക്ഷണമാണ്. സ്നേഹിക്കുന്നവർ പറഞ്ഞാൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ആ നിലക്ക് അമ്പിയാക്കൾ ഔലിയാക്കൾ ചോദിച്ചാൽ അള്ളാഹു കൊടുക്കലുണ്ട്. അവർക്കതിൽ കൂറൊന്നുമില്ല. ഇങ്ങനെയാണ് സുന്നികളുടെ ശഫാഅത്ത്, സുന്നികൾ വിശ്വസിക്കുന്ന ശഫാഅത്ത്. അത് രണ്ടും രണ്ടാണ്. ഒരു കച്ചവടത്തിൽ കൂറുള്ളവൻ മറ്റവനോട്, മാനേജിംഗ് പാർട്ണറിനോട് പറയുന്നത് പോലെയല്ല അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ സ്നേഹത്തോടുകൂടെ പറയുന്ന വാക്ക് രണ്ടും രണ്ടാണ്. അതാർക്കാണ് തിരിയാത്തത്? അപ്പോൾ അള്ളാഹുവിന് കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ച മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത ആയത്തുകൾ എടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ നിഷേധിക്കുന്നവർ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, മലക്കുകളുടെ ശഫാഅത്തിനെ നിഷേധിക്കുന്നവർ ഖുർആനിനോട് ചെയ്യുന്ന കടുത്ത വഞ്ചന, സഹോദരന്മാരെ, എത്ര വലിയ വഞ്ചനയാണത്. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നു, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, നബിയെ, മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ ശഫാഅത്ത് ചെയ്യണം എന്ന് മാത്രമല്ല റസൂലുള്ളാഹി പറയുന്നു, തീതു ശഫാഅ, എനിക്ക് ശഫാഅത്തിനുള്ള അധികാരം നൽകപ്പെട്ട് കഴിഞ്ഞുപോയി. മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോ മുജാഹിദീങ്ങൾ പറയും അത് ശരിയല്ല, ശഫാഅത്തിന് അധികാരമൊന്നും നബിക്ക് കിട്ടിയിട്ടില്ല. ഖിയാമത്ത് നാളില് ശഫാഅത്തിന് സമ്മതം ചോദിച്ചിട്ട് സമ്മതം കിട്ടിയാലാ നബി ശഫാഅത്ത് ചെയ്യുക. അപ്പൊ ശഫാഅത്തിന് സമ്മതം കിട്ടിയില്ല എന്നല്ലേ മനസ്സിലാകുന്നത് എന്ന് വേണേ പറയും. പിഴച്ചു പോകണ്ട. അള്ളാഹുവിന്റെ റസൂല് വ്യക്തമായി പറഞ്ഞതാണ്, ശഫാഅത്തിന്റെ അധികാരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അത് വിശ്വസിച്ചോളണം. അള്ളാഹ് പറഞ്ഞതാണ് നബിയെ ശഫാഅത്ത് ചെയ്യണം ഇപ്പൊ തന്നെ, ഖിയാമത്ത് നാളിൽ മാത്രമല്ല, അത് വിശ്വസിച്ചോളണം. ഖുർആനും ഹദീസുമാണ്. പിന്നെന്തേ ഖിയാമത്ത് നാളിൽ സമ്മതം ചോദിക്കാന്ന് പറഞ്ഞാലോ? യഥാർത്ഥത്തിൽ അവിടെ ഒരു സമ്മതം ചോദിക്കലില്ല. അവിടെ ഉള്ളത് അദബ് കാണിക്കലാണ്. അതേതുപോലെ ബാപ്പയും ഉമ്മയൊക്കെ കൂടിയിട്ട് ഒരു കുട്ടിക്ക് ഒരു പെണ്ണിനെ പറ്റുന്ന ഒരു പെണ്ണിനെ കണ്ടു. മകനോട് പറഞ്ഞ്, നീ ചെന്നോക്കണം, എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കല്യാണം കഴിക്കണം. ഞാൻ ചുരുക്കി പറയാണ്, മകൻ ആദ്യം കുറെ വൈമനസ്യം പറഞ്ഞു, ബാപ്പ എന്നെ കൊണ്ടാവൂല, ഇപ്പൊ പൈസയും പണമൊന്നും ഇല്ലാത്തത്, എനിക്ക് പെണ്ണിട്ടാനാവൂല. ബാപ്പ നിർബന്ധിച്ചു പറഞ്ഞു ചെന്നോക്കണം എന്ന് പറഞ്ഞു, പൈസയും പണമൊക്കെ ഞാൻ ആയിക്കോളൂ, നീ നോക്കണ്ട.
ഈ മകൻ പോയി ചെന്നോക്കി, ഇഷ്ടപ്പെട്ട് കുട്ടീനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച്, ബാപ്പ കത്തടിച്ച് പന്തലൊക്കെ ഉണ്ടാക്കി, ഭയങ്കര കോളുണ്ടാക്കി, ബിരിയാണി വെച്ച് ആളുകളൊക്കെ ക്ഷണിച്ച് നിക്കാഹ് നടക്കാൻ പോവാണ്. നിക്കാഹ് നടക്കാൻ വേണ്ടി പോകുമ്പോ നിക്കാഹ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഒരു കാരണവർ വന്നിട്ട് പറയാം, മോനെ വാ, ബാപ്പാനോട് സമ്മതം ചോദിക്ക, ഉമ്മാനോട് സമ്മതം ചോദിക്ക. അപ്പൊ ഈ ചെറിയ കുട്ടി ഈ ചെറുപ്പക്കാരൻ പറയാ, ബാപ്പാനോട് ഉമ്മാനോട് സമ്മതം ചോദിക്കേ, പണ്ടെന്നെ അവര് പറഞ്ഞിട്ടില്ലേ ഞാൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവൻ വിഡ്ഢിയല്ലേ? ബാപ്പനോടും ഉമ്മനോടും അവരെന്നെ സംഘടിപ്പിച്ചത്. എന്നാലും നിക്കാഹിന് ഇരിക്കാൻ നോക്കുമ്പോ ഒരു സമ്മതം വാങ്ങുക എന്നത് ഒരു അദബാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ അളമത്ത് ജലാലത്തിന്റെ മുമ്പില് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് റസൂലുള്ളാഹിക്ക് നേരത്തെ ശഫാഅത്തിന്റെ സമ്മതം കിട്ടാത്തത് കൊണ്ടല്ല, അത് അദബ് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, ഇന്ന് 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണ് മാത്രം മേലെ ഉദിപ്പിച്ചിട്ട് ജനങ്ങൾ വിയർത്തു മുങ്ങുമ്പോൾ ആ മുഅ്മിനീങ്ങളായ ആളുകൾ പറയുന്നു, അലാ തദ്ഹബൂന ഇലാ മൻ യശ്ഫഉ ഇലാ റബ്ബിക്കും, അല്ലാഹുവിനോട് ശുപാർശ പറയുന്ന മഹാന്മാരെ പോയി കണ്ട് സങ്കടം പറയുകയല്ലേ എന്ന് പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വരുമ്പോ ആദം നബിയുടെ മറുപടി ഞാൻ ശഫാഅത്ത് ചെയ്യില്ല എന്നല്ല. ആദം നബി പറയുന്നത് എനിക്ക് ശഫാഅത്തിന് അധികാരമില്ല എന്നല്ല. ആദം നബി പറയുന്നത് എന്നെക്കാൾ വലിയവരപ്പുറത്തുണ്ട്, ഞാൻ ചെറിയ ആളാണ്, അതുകൊണ്ട് വലിയ ആളടുത്തേക്ക് പോയിക്കോ, നൂഹ് നബിന്റെ അടുത്ത് പോയിക്കോ, ശഫാഅത്ത് ഞങ്ങൾക്ക് ആർക്കും ഇല്ലെന്നല്ല പറയുന്നത്, എന്നെക്കാൾ വലിയവരോട് പോയി പറഞ്ഞോ. നൂഹ് നബി പറയുന്നു എന്നെക്കാൾ വലിയ ആളാണ് ഇബ്രാഹിം നബി, അവിടെ പോയി പറഞ്ഞോ. അങ്ങനെ ഓരോരുത്തരും അവർ വിനയം പ്രകടിപ്പിച്ച് വലിയവരിലേക്ക് അയച്ച് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ മുഅ്മിനീങ്ങൾ വന്ന് പറയുന്നു, നബിയേ അന്ത ഖാതിമുൻ നബിയ്യീൻ വറസൂലു റബ്ബിൽ ആലമീൻ ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. അതാ നബിയേ, കഴിഞ്ഞ കാലത്തും വരുന്ന കാലത്തും ദോഷം വരാതിരിക്കാൻ വേണ്ടി ദോഷത്തിന്റെയും മങ്ങയുടെയും ഇടക്ക് അല്ല പ്രത്യേകം മറവെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നബിയേ, തങ്ങള് അവസാനത്തെ നബിയാണല്ലോ, തങ്ങള് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ, ഇശ്ഫഅ ലനാ, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? മൗലവിമാര് പറയും പോലെ ശഫാഅത്തിന് എനിക്ക് അധികാരമില്ല എന്നാണോ റസൂലുള്ളാഹി പറയുന്നത്? വല്ലാഹി അല്ല. റസൂലുള്ളാഹിന്റെ മറുപടി അനലഹാ, ശഫാഅത്തിന്റെ അധികാരം എനിക്ക് തന്നെയാണ്. ഓ മോമിനീങ്ങളെ, ശഫാഅത്തിന്റെ അധികാരം പലർക്കുമുണ്ടെങ്കിലും ശഫാഅത്തിന്റെ തുടങ്ങാനുള്ള അധികാരം എനിക്ക് തന്നെയാണ്. അത് തുടങ്ങാൻ അധികാരമുള്ളവൻ ഞാനാണ്. അന അവ്വലു ശാഫിയൻ, ശഫാഅത്ത് ചെയ്യുന്ന പലരുമുണ്ട്, അതിൽ ഒന്നാമത്തെ ആള് ഞാനാണ്. അവ്വലു മുസഫൈൻ, ഒന്നാമത് ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആള് ഞാനാണ്. ഞാൻ ശുപാർശ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരും ശുപാർശ പറയും, ആദ്യം പറയുന്ന ആള് ഞാനാണ്. അതുകൊണ്ട് എനിക്കതിന്റെ അധികാരമുണ്ട് ജനങ്ങളെ എന്നും പറഞ്ഞിട്ട് ശഫാഅത്തിന് റസൂലുള്ളാഹി ഇറങ്ങുകയാണ്. അപ്പോൾ അദബിന് വേണ്ടി അർശിന്റെ ചൂടെ ഒരു സുജൂദ് ചെയ്യുന്നു. അല്ലാഹു തആല വിളിക്കുന്നു, ഇർഫഇ മുഹമ്മദ്, മുഹമ്മദ് നബിയെ തല ഉയർത്തിക്കോ. സൽത്ത് തങ്ങൾ ചോദിച്ചു തരാമല്ലോ, ഇസ്ഫഅതു ശഫ്അ, ശുപാർശ പറഞ്ഞോ സ്വീകരിക്കാമല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്തിന്റെ അധികാരം ഇവിടെ തന്നെ കിട്ടിയതാണ്. ആ ശഫാഅത്തിന്റെ അധികാരം കിട്ടിയത് കൊണ്ട് തന്നെ റസൂലുള്ളാഹിയോട് ശഫാഅത്തിന് ആവശ്യപ്പെടുക എന്നത് റസൂലുള്ളാഹിന്റെ മഹത്വം അംഗീകരിക്കുന്നവരുടെ ലക്ഷണമാണ്. അതേ സമയത്ത് ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. നബിയോട് നമുക്ക് ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടാം, നബിയോട് റെക്കമെൻഡിന് വേണ്ടി പറയാം, വരൂ നബിയോട് ശഫാഅത്തിന് പറയാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശഫാഅത്തിന് നബിയോട് പറയാൻ ഞങ്ങളില്ല. നബിയോട് ശഫാഅത്തിന് പറഞ്ഞാൽ അത് ആരാധനയാണ്, അത് ശിർക്കാണെന്ന് വാദിക്കും.
പാലിക്കുന്നവർ, അതിന് കൂട്ടാക്കാത്തവര്, അല്ല പറയുന്നു ജനങ്ങളെ അവര് മുനാഫിഖീങ്ങളാണ്, അവര് ഉള്ളില് വിശ്വാസമുള്ളവരല്ല. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. അവരെ ദോഷമല്ല പൊറുക്കൂല നബിയേ. തങ്ങളോട് ശഫാഅത്തിന് ചോദിക്കാൻ മടിയുള്ള കക്ഷികളുടെ ദോഷം അല്ല പൊറുക്കൂല നബിയേ. ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു ആശയമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അല്ലാഹു തആല ദോഷം പൊറുക്കുന്നവരിൽ നമ്മെ എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ദോഷം പൊറുക്കപ്പെടാത്തവരിൽ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന് ആശിക്കുന്ന, ആഖിറത്തിൽ വെച്ച് ദോഷം പൊറുക്കപ്പെട്ട നിലക്ക് റബ്ബിന്റെ അടുക്കൽ സലാമത്ത് വേണമെന്ന് ആശിക്കുന്ന മുസ്ലിങ്ങളെ, റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ ചോദ്യം ചെയ്യുന്ന പുത്തൻവാദികളെ കൂട്ടത്തിൽ നിങ്ങളാരും കുടുങ്ങിപ്പോകണ്ട.